ആദ്യമേ തന്നെ ഞാനൊരു ഡിസ്ക്ലെയിമർ പറയുകയാണ്. ഞാൻ ഈ ടോപ്പിക് എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഞാനും അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ വേറൊന്നുമല്ല. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂർ നടക്കുന്നൊരു സംഭവമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാർസിസിസ്റ്റ് സ്വഭാവമുള്ള ആൾക്കാരുടെ കാര്യം. അതുപോലെ തന്നെ അനുപമ പരമേശ്വരനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. അവന് പറഞ്ഞതുപോലെ അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ആരും എത്രത്തോളം ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ സംഭവം നടക്കുന്നത് തൃശ്ശൂരാണ്. അപ്പം കുട്ടി ഡോക്ടറാണ്, ഭർത്താവും ഡോക്ടറാണ്. ഈ കുട്ടിയുടെ പേര് ഡോക്ടർ ആയിഷ എന്നാണ്. ഭർത്താവ് ഡോക്ടറാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു മകളുണ്ട്. ഭർത്താവിൻ്റെ വീടിൻ്റെ മുന്നിൽ സമരം ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു കോർട്ട് ഓർഡർ കിട്ടി. അത് വെച്ച് നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാൻ ചെല്ലുമ്പോൾ, അതായത് ആ കുട്ടി ചെന്നപ്പോൾ വീട്ടിൽ കയറ്റുന്നില്ല. അവർ വീടും പൂട്ടിച്ചിട്ട് എങ്ങോട്ടോ പോയേക്കുക. എങ്ങനെ ഇരിക്കുന്നു? വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം സാധാരണപ്പെട്ട ആൾക്കാർ എന്ത് കാണിക്കും? ഇതിൻ്റെ അപ്പുറത്തെ പണിയായിരിക്കും അവർ കാണിക്കുന്നത്. പ്രേമിച്ച് വിവാഹം കഴിച്ച് 13 വർഷവും കഴിഞ്ഞു, കുഞ്ഞുമായി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരന്, ഈ പറയുന്ന ഹസ്ബൻഡിന്, ഈ ഭാര്യ ഓൾഡായി, പഴയതായി. അപ്പം പിന്നെ പുതിയ വേണം. പുള്ളിക്കാരൻ്റെ വീട്, ഈ ഭർത്താവിൻ്റെ വീടും നമ്മളീ പറയുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വീട് ഒരേ നാട് തന്നെയാണ്, തൃശ്ശൂരാണ്. അതുപോലെ തന്നെ ഇപ്പം രണ്ടാമത് പിടിച്ചിരിക്കുന്ന പുളിങ്കൊമ്പെന്ന് പറയുന്നത് കോഴിക്കോടെങ്ങാണ്ട് കിടക്കുന്നിടണം. അതിന് വല്ലതും അറിയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല അതിനകത്ത്. പക്ഷെ കണ്ടപ്പോൾ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും കല്യാണം കഴിച്ച് കുറച്ച് മാസം കഴിയുമ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും സ്വഭാവം മാറും. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, രണ്ടെണ്ണത്തിൻ്റെയും സ്വഭാവം മാറും. അപ്പം ചിലർ വളം വെച്ച് കൊടുക്കും അതിന്, ചിലർ വളം വെച്ച് കൊടുക്കത്തില്ല. കൂടുതലും ആൺപിള്ളേർക്ക് വളം വെച്ച് കൊടുക്കുന്ന അമ്മമാർക്കായിരിക്കും കൂടുതൽ ഇളക്കം. സൗന്ദര്യമില്ല, പെണ്ണിന് സൗന്ദര്യമില്ല. ചിലർ പറയും കറുപ്പാണേലും കാണാൻ ഭംഗിയുണ്ട്. പിന്നെ ആരും കണ്ട കുറ്റം പറയാത്ത സ്വർണം ഞങ്ങൾക്ക് വേണം, അതും പറയും. അതൊക്കെ പോട്ടെ, ഇവിടെ ഈ കുട്ടി സ്ത്രീധനമായിട്ട് കൊണ്ടുപോയത് എത്ര രൂപ ആയിരുന്നു എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് പറയുക. 100 പവൻ്റെ സ്വർണം, അതുപോലെ തന്നെ 13 ലക്ഷം രൂപ എങ്ങാണ്ട്, 13-15 കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അത്രയും ലക്ഷം രൂപ. ഈ ഡോക്ടറേറ്റ് എടുത്തു, അത് പഠിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് മുന്നോട്ട് നീക്കിയതെല്ലാം ഈ കുട്ടിയുടെ സ്വർണവും ഈ കാശും വെച്ചിട്ടാണ്. അത് ആ പെണ്ണിനെ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതുപോലെ തന്നെ ആസ് എ ടൂൾ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്, കറിവേപ്പില പോലെ, നമ്മളിപ്പോൾ കറിവേപ്പില പോലെ നമ്മൾ ഈ കറിക്കകത്തൊക്കെ ഉപയോഗിക്കാൻ ടേസ്റ്റ് കൂടാനായിട്ട് കറിവേപ്പില പിച്ചി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കറിയൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നേരം കറിവേപ്പില വരുമ്പോൾ എന്ത് ചെയ്യും? പാത്രത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് മാറ്റി വേസ്റ്റ് കൊട്ടയിലോട്ടിടും എന്ന് പറയുന്ന പോലെ അങ്ങ് തള്ളിക്കളയുക. ഈ കുട്ടി നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് പല കാര്യങ്ങളും ഈ കുട്ടി പറയുന്നുണ്ട്. ഇനി എനിക്ക് സംഭവിച്ച അതേ സെയിം കാര്യം തന്നെ ഇനി ആർക്കും സംഭവിക്കരുത് എന്നാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കോടതിയിൽ നിന്ന് ഉത്തരവൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തായി? വെളിയിൽ നിർത്തിയിച്ചിട്ട്, അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരെ വെളിയിൽ നിർത്തിയിട്ട്, ഈ പെണ്ണിനെ വെളിയിൽ നിർത്തിയിട്ട് അവരങ്ങ് പോയേക്കോ ടൂറിന്. എങ്ങനെയുണ്ട് വീട്ടുകാർ? ഇതിനെയൊക്കെ സ്നേഹിക്കുന്നതിന് പകരം നമ്മൾ സ്വന്തം കാലിൽ നിന്ന് ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത്. തിരിഞ്ഞു നോക്കാൻ പോകരുത്. ചത്തം നിറഞ്ഞാൽ പോലും
തിരിഞ്ഞു നോക്കാൻ പോകരുത്. അങ്ങനെയാണ്. ഇങ്ങോട്ടെങ്ങനെ കാണിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് അങ്ങോട്ട് കാണിച്ചാൽ കുറച്ചെങ്കിലും നമുക്ക് പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ ഏത് റിലേഷനാണേലും അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പം ആ കുട്ടിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാനൊരു സമരത്തിലാണ്. ഇന്നേക്ക് 12 ദിവസമാണ് ഞാൻ ആ സമരം തുടങ്ങിയിട്ട്. 2 ഉദ്ദേശങ്ങളാണ് ആ സമരത്തിനുള്ളത്. 2 ആവശ്യങ്ങളാണ് എനിക്കുള്ളത്. ആദ്യം നമുക്ക് ഉദ്ദേശത്തിനെ കുറിച്ച് സംസാരിക്കാം. എൻ്റെ ഭർത്താവ് ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ് എന്നെ എൻ്റെ മകളെയും ഒരു അപഹാസ്യ കഥാപാത്രമായി സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ഒരു വേണ കല്യാണം കഴിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ കല്യാണം നടത്തി കൊടുത്ത മഹലും എൻ്റെ മഹലും നമ്മുടെ ജീവിതം ഇങ്ങനെയായതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തരിക. അതല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആരാണെന്നുണ്ടെങ്കിലും ഇതിലൊരു വിശദീകരണം തരിക. രണ്ടാമത്തെ ആവശ്യം, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കയറി താമസിക്കാനായി എനിക്ക് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് അവിടെ കയറി താമസിക്കാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞിട്ട് SHOക്ക് കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഓർഡർ കംപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ വാതിൽ പൂട്ടി. ആദ്യം വാതിൽ പൂട്ടി, പിന്നെ കറണ്ട് കട്ടാക്കി, പിന്നെ വെള്ളം കട്ടാക്കി. ഒരു സമയത്തിൽ അവർ ഗേറ്റും പൂട്ടിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കേട്ടില്ലേ? ആദ്യം ഗേറ്റ് പൂട്ടി, കറണ്ട് കട്ടാക്കിച്ചു, വെള്ളം വരെ കട്ടാക്കിച്ചു. എന്തിനാ നീയൊക്കെ കെട്ടാൻ നടക്കുന്നേ? എന്തിനാടാ ഇങ്ങനെ കെട്ടാൻ നടക്കുന്ന നീയൊക്കെ? എന്തോ വലിയ കുടുംബമാണെന്ന് പറയുന്നല്ലോ. എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നു. അത് മുസ്ലിം കുടുംബത്തിലെ എന്തോ ഒക്കെ ഇതാണെന്ന് പറയുന്നു. അതിൻ്റെ ഒരു തരിയെങ്കിലും നീയൊക്കെ കാണിച്ചിട്ടുണ്ടോ? ഒരു തരി അഭിമാനം ഉണ്ടെങ്കിൽ നീ ഇതൊക്കെ കാണിക്കുമോ? ഇതിപ്പോൾ എത്ര കേസുകളായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഉപദ്രവിക്കുക, സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറയാം. ഈ 100 പവൻ എന്നൊക്കെ പറയുമ്പോൾ എത്ര കാണും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് കിട്ടിയിട്ട് അവന് മതിയായില്ല. എന്ത് സ്വഭാവമാണെന്ന് നോക്കിയോണം. എന്നാൽ കാണാൻ എന്ത് സുന്ദരിയാ. എന്നെ പൊന്നു പോലെ കൈവെള്ളയെ കൊണ്ട് നടന്നതാണ് അവിടെ നിന്നെ കൈവെള്ളയിലാണ് പെണ്ണ് കൊണ്ട് നടന്നത്. പക്ഷെ അത് നിനക്ക് മനസ്സിലായില്ല. ആ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് വേണം. ആ മനസ്സിനകത്ത് മനുഷ്യത്വം വേണം, സ്നേഹം വേണം. കാര്യം കാണാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സ്നേഹമാണെങ്കിൽ നിനക്ക് നല്ല ആർക്കും ഇതൊന്നും മനസ്സിലാകത്തില്ല. അതാണ്. എന്നെ അവിടെ കേട്ടില്ല എന്നുള്ളൊരു വാശി പുറത്ത് നമുക്ക് കാണാം. ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാം. ഇത് രണ്ടാണ് എൻ്റെ സമരത്തിൻ്റെ ഉദ്ദേശം. എൻ്റെ ആവശ്യം, എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടി എൻ്റെ ഉപ്പ കല്യാണ സമയത്ത് തന്നിട്ടുള്ള 100 പവൻ സ്വർണം, അതേപോലെ ആ കാലഘട്ടത്തിൽ പല തവണകളായി കൈപ്പറ്റിയിട്ടുള്ള 15 ലക്ഷം രൂപ, ഇതൊക്കെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് എന്നിൽ നിന്നും അപഹരിച്ചിട്ടുള്ളതാണ്. ഈ ഡോക്ടർ വിദേശത്തായിരുന്നെന്നാണ് അറിഞ്ഞത്. അപ്പം വിദേശത്താകുമ്പോൾ എപ്പോഴും വരാൻ പറ്റത്തില്ല. അതുപോലെ വന്നു കഴിഞ്ഞ് വെച്ചിട്ട് വീട്ടിൽ ഇതുപോലെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കോർട്ട് വഴി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാനുള്ള പെർമിഷൻ കോടതി കൊടുത്ത് കഴിഞ്ഞ് SHO മുഖാന്തരം എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച് വിട്ടു. അപ്പം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ലീഗലി മാരീഡ് ആയിട്ടുള്ളതാണ് ഇവർ രണ്ടുപേരും. ആ ലീഗലി മാരീഡ് ആയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക്, ഇപ്പോൾ പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, 2 പേർക്കും ഇത് പറ്റത്തില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോയി ശരിയാവത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലീഗലി മൂവ് ചെയ്ത് എങ്ങനെയും ഡിവോഴ്സ് ആവുക. ഒന്നുകിൽ ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റ് വർഷങ്ങളോളം നീണ്ടു കിടക്കുന്ന ഇത് കൊടുക്കാം. ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്താൽ പെട്ടെന്ന് 6 മാസത്തിനുള്ളിൽ സംഭവം തീർന്നു കിട്ടും. അങ്ങനെ ചെയ്തിട്ട് ആണ് നീ ഇങ്ങനെ വേറൊരുത്തിയുടെ പുറകെ പോയിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചെങ്കിലും ഒരു അഭിമാനം ഉണ്ടായിരുന്നു. പക്ഷേ നീ കാണിച്ചത് നിൻ്റെ
നിയമപരമായിട്ട് കല്യാണം കഴിച്ച് ഭാര്യയെ ഇട്ടിച്ചിട്ട് കോഴിക്കോട് കിടക്കുന്ന അതിൻ്റെ പുറകെ പോയേക്കുന്നു. എന്തിൻ്റെ സൂക്കേടാ? അപ്പം ഈ 100 പവനൊക്കെ എങ്ങോട്ട് പോയി? അങ്ങോട്ടായിരിക്കുമല്ലോ പോവുക. പകുതി മുക്കാലും അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊന്ന് ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ പുതിയ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയ സാഹചര്യത്തിൽ അത് അദ്ദേഹത്തിന്റെ മുതലല്ലല്ലോ എനിക്കത് തിരിച്ചു തരിക. മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം അർഹിക്കുന്ന പോലെ എനിക്ക് തരിക. നാളത്തെ പോലെ മെയിൻ്റനൻസ് ഒന്നും കൊടുക്കാതെ സൈഡാക്കി കൊണ്ടിട്ട് നടക്കുന്ന എൻ്റെ മകളെ വേണ്ട വിധത്തിൽ പരിഗണിച്ച് അവൾക്ക് വേണ്ടി ഇത് ചെയ്യുക. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം ഇപ്പോൾ കേട്ടില്ലേ? കല്യാണം കഴിക്കാനും മുട്ടി നിൽക്കുമായിരുന്നു, എല്ലാത്തിനും മുട്ടി നിൽക്കുമായിരുന്നു. കാര്യം കഴിഞ്ഞു കഴിഞ്ഞപ്പം പഴയതായി പുതിയ കൊമ്പ് തേടി പോയേക്കുന്നു. ഇതൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള നിയമം വന്നെങ്കിലേ ശരിയാവത്തുള്ളൂ. അത് ഈ റേപ്പ് കേസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ വരുന്ന എല്ലാ കേസുകളും വച്ച് നോക്കുമ്പോൾ അവിടുത്തെ നിയമം വന്നെങ്കിൽ മാത്രമേ ആണിനും പെണ്ണിനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം പോക്കാം. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. 3 ദിവസത്തിനകത്ത് ഞാൻ കൂട്ടിച്ചേർത്തിട്ടുള്ള ആവശ്യമാണ്. ഞാൻ ഒരിക്കലും ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ സമാന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനത്തെ 2ാം കല്യാണങ്ങളിലൊന്നും നമ്മളെ കേൾക്കാൻ അവിടുത്തെ മഹലുമില്ല, ഇവിടുത്തെ മഹലുമില്ല. അത് ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ. മുസ്ലിംസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഒരു ചിന്ന വീട് ഉറപ്പായിട്ടും കാണും. കാണാതിരിക്കത്തില്ല. കാരണം ഇന്നത്തെ കേരളം എന്ന് പറയുന്ന ആ രീതിയിലാണ് പോകുന്നത്. അങ്ങനെയാണ് അതിൻ്റെ പോക്ക്, അല്ലാതെ വേറൊന്നും അതിനകത്ത്. കല്യാണം നടത്തി കൊടുത്ത മഹലും അതിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല, നമ്മുടെ സ്വന്തം മഹലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. ഈ അരാജകത്വം, ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറണം. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ആവശ്യം. ഒരുപാട് പേര് ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ മാത്രമല്ല, പല രീതിയിൽ മെൻ്റലി നമ്മളെ ഡൗൺ ആക്കി നാർസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന എത്രയോ പേരുണ്ട്. ഈ നാർസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന ഇവന്മാർ നാട്ടിലെ കണ്ണിലുണ്ണിയായിരിക്കും. നാട്ടിലെ കണ്ണിലുണ്ണിയായിരിക്കും. പക്ഷേ നാട്ടിലെ കണ്ണിലുണ്ണിയായിട്ട് കാണുന്ന ആ ജനങ്ങൾക്കറിയത്തില്ല ഇവൻ്റെയൊക്കെ തനി കോണം എന്തുവാന്നുള്ളത്. അതനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ, അല്ലേ? ഇപ്പം അനുപമ വന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന ആൾ ഈ സ്വഭാവമായിരുന്നു എന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ ഈ പെണ്ണ് വന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മനസ്സിലായി. അങ്ങനെ എത്രയോ ആൾക്കാർ കാണും നമ്മുടെ ഈ സമൂഹത്തിൽ. എത്ര പെൺകുട്ടികളുടെ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരെ തിരിച്ചുമുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. നേരെ തിരിച്ചുള്ളതുങ്ങളും ഉണ്ട്. അവരെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതും നമ്മൾ ഈ കൂട്ടത്തിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് ഇങ്ങനെയുള്ള പെൺപിള്ളേരും ഉണ്ട്, ആൺപിള്ളേരും ഉണ്ട്. ആൺപിള്ളേരും സഫർ ചെയ്യുന്നുണ്ട്, പെൺപിള്ളേരും സഫർ ചെയ്യുന്നുണ്ട്. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു ഇതെന്തുവെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ വെക്കുന്നില്ല വീഡിയോ സൈഡിൽ, എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സൈഡിൽ വെച്ചൊന്ന് ഇതാക്കാനായിട്ട്. അതുകൊണ്ടാണ് വീഡിയോക്ക് പ്രൂഫ് എടുക്കാണ്ട് ഞാൻ എന്താ ചെയ്യാ? നിങ്ങളുടെ എന്തോന്ന് പറയുന്ന വർത്തമാനം, അവഹേളിക്കുന്നത്. ഒരു പെണ്ണ് ഒന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കേൾക്കണം? ഒന്ന് ഫോണൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഉടനെ അവളെ പിഴച്ചവള്. അല്ലെ ഫോണൊന്ന് എന്തെങ്കിലും ഒന്ന് കാര്യത്തിന് വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ
മറ്റേത് മറച്ചത് എന്തെല്ലാമാ പറയുന്നത്. ഇവൻ്റെ ഈ അച്ഛൻ്റെ അനിയനോ ചേട്ടനോ എങ്ങാണ്ട് ഈ സംസാരിച്ചോണ്ട് നിൽക്കുന്നത്. സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്തത്? നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ തന്നെ പറയും. അതേലോ എന്റെ വാപ്പാടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് നാട്ടിൽ വന്നല്ലേ ഇല്ല ഈ എന്റെ കുടുംബത്തിൽ ഈ തറവാട് കുളങ്ങത്തെ തറവാട് എന്റെ പുറത്ത് ഒരുപെട്ട പെണ്ണിലായിട്ടില്ല. അതായത് എനിക്ക് കണ്ട ഒരുമ്പെട്ട പെണ്ണ് ഉള്ള കാര്യം ഉള്ളതുപോലെ ഏതെങ്കിലും ഒരു പെണ്ണ് വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൾ ഒരുമ്പെട്ടവളായി. എന്തൊക്കെ വിളിക്കാമോ ആ തോന്നിവാസങ്ങളെല്ലാം വിളിക്കും. ഇങ്ങനെയുള്ള കളവന്മാരെ വേണം ആദ്യം അടിച്ച് നട്ടലുടിക്കേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. ഇവൻ്റെയൊക്കെ ഈ സോക്കേട് മാറിയെങ്കിൽ പിന്നീട് വരുന്ന തലമുറകൾ ശരിയാകത്തുള്ളൂ. ഇവനൊക്കെ ഇത്ര സോക്കേടാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇവൻ്റെ ബന്ധമല്ലേ, ബാക്കി വന്നാൽ ഇവൻ ഇത്ര ഇതിൻ്റെ അപ്പുറം കാണിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. എന്തോന്നൊക്കെ പറയുന്നത്. മാന്യമര്യാദയ്ക്ക് ജീവിക്കുവാണെങ്കിൽ പോലും എന്തൊക്കെ വൃത്തിയോട് പറയുന്നത്. അല്ല എനിക്ക് വേണ്ടി സംസാരിക്കുന്നേ, എന്റെ മകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞാൻ ഒരുമ്പെട്ടവളല്ലേ? ആയിക്കോട്ടെ ഒരുപെട്ട കോടതിയിൽ നടക്കണ്ടോ റൈറ്റ്സ് നോക്ക്. നിയമത്തിൽ പോട്ടെ. നിയമം എന്താ വിധിക്കണേ അത് കൊടുക്കണം. ഇത് വന്നിട്ട് നിയമം വരാൻ വെയിറ്റ് ചെയ്തില്ല. അതിനെ വന്നിട്ട് വന്നിട്ട് ഓരോ കാണിക്കണം. ഇങ്ങനത്തെ കാരണം ഈ കാലത്ത് 10 വർഷം വന്നിട്ട് കേരളം താമസിക്കാത്ത ഒരാൾ ഈ കേരളം ഈ നാട്ടിലൊക്കെ അറിയാം. ഈ കല്യാണം ഇവിടെ ലവ് മാരേജ് ആണ്. ഒരു മാന്യമായ ലവ് മാരേജ് ആയതുകൊണ്ട് മാന്യമായിട്ടല്ലയോ? ലവ് മാരേജ് ചെയ്താൽ എന്താ കുഴപ്പം? അറേഞ്ച്ഡ് ആണെങ്കിലും എന്താ കുഴപ്പം? അന്നേരം ഈ ലവ് മാരേജ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഈ ബോധം പൊക്കണമൊന്നും ഇല്ലായിരുന്നു. അന്ന് കണ്ണെവിടെയായിരുന്നു? ആ പെണ്ണിൻ്റെ സ്വർണത്തേലും അതുപോലെ തന്നെ കുറേശ്ശെ വാങ്ങിച്ചെടുത്ത കാശിനകത്ത് 15 ലക്ഷം രൂപ. ഇപ്പം എവിടെ? വെളിയിൽ, ഇന്ത്യക്ക് വെളി രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം അന്ന് വെളിയിലോട്ട് പോയപ്പോഴത്തേക്ക് അവന്മാർക്ക് പൊള്ളി. പോയിട്ട് വന്നപ്പോൾ ഉടനെ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എടോ ആദ്യം ഈ SHOന് ഓർഡർ കൊടുത്തില്ലേ? അതുപോലെ തന്നെ തൻ്റെ വീട്ടിൽ, അതായത് തൻ്റെ ചേട്ടൻ്റെ വീടല്ലേ അത്, അവിടെ ആ പെണ്ണിന് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണോ ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ തടസ്സം നിന്നിട്ട് ഇങ്ങനെ ചായയും പിടിച്ചോണ്ട് ഇങ്ങനെ നിന്ന് കിടന്ന് കുണയ്ക്കുമല്ല ചെയ്യേണ്ടത്. ഇതുപോലെ കുറേ എണ്ണങ്ങളുണ്ട് കുണയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. വയ്യെങ്കിലും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ മറ്റേൾക്ക് നാക്കിനൊരു കുഴപ്പമില്ല. വേറെ കുറേ എണ്ണമുണ്ട് ചവിട്ടാനും ചീത്ത വിളിക്കാനും നിൽക്കുന്നത്. നിങ്ങൾ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. എന്തേലും ഒരു കാര്യം ഒരു പെണ്ണ് നിയമപരമായിട്ട് പോകുന്ന കാര്യം പറഞ്ഞ് എന്ന് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവൾ മറ്റേ പണിക്ക് പോകുന്നവളായി. എന്നാൽ അങ്ങനെ പോയവളോ നല്ലവളു. അതെന്തായാലും നല്ല ഏർപ്പാടാണ്. തന്തയും തള്ളയും വെറുപ്പിച്ചിട്ട് കല്യാണം കഴിച്ചവരൊന്നും സുഖമായിട്ട് ജീവിച്ചിട്ടില്ലേ? എത്ര സിനിമാ നടന്മാരുണ്ടടോ. താൻ ഈ ലോകത്തൊന്നും അല്ലയോടോ. അതെങ്ങനെ ഇത് തലയ്ക്കകത്ത് മതപ്രാന്ത് കീറി കിടക്കുകയല്ലേ? അങ്ങനെ ഉണ്ടല്ലോ ഒരു സെക്ഷൻ ഇതിനകത്ത് തന്നെ. അത് ഈ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, മൂന്നും എടുത്ത് നോക്കുവാണല്ലോ. ഇപ്പം ഇവിടെ ഈ മൂന്നല്ലേ ഉള്ളൂ. മൂന്നും എടുത്ത് നോക്കുകയാണെങ്കിൽ അത് മാത്രം തലയ്ക്കകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. എന്തോന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെയൊക്കെ കൂടെ എങ്ങനെ ജീവിച്ചാ കൊച്ച്? എങ്ങനെ പറ്റി? എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റി? ഭയങ്കരം തന്നെ. ഇത് കുടുംബത്തോടെ നല്ല നാർസിസ്റ്റ് സ്വഭാവം തന്നെ. അത് ഒറ്റ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവരുടെ കാര്യത്തിനല്ല ഈ പെങ്കൊച്ചിനെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞേക്കുക. എൻ്റെ പുതിയ എണ്ണത്തിൻ്റെ തപ്പി പോയേക്കുന്നു. അവിടെ ചെന്ന് അവനെ ചാട്ടവാറടിച്ച് കൊല്ലുക വേണ്ടത്. ഇങ്ങനെയുള്ളതുങ്ങളെയൊക്കെ. ഇനിയിപ്പം വേറൊരു അപ്പൂപ്പൻ വന്നിട്ടുണ്ട്, ഉപ്പൂപ്പൻ. മീഡിയയുടെ മുമ്പിൽ കിടന്ന് ഭയങ്കര വാദോരാതെ സംസാരമായിരുന്നു. എന്തൊക്കെയാ? നമുക്കൊന്ന് കേട്ട് നോക്കാം.
കണ്ട ഉപ്പൂപ്പൻ പോലും എന്തെല്ലാം തോന്നിവാസം പറഞ്ഞു. ആ പെണ്ണിൻ്റെ അവസ്ഥ ഒന്ന് നോക്കി. ഇതിപ്പോൾ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പെണ്ണ് ഇറങ്ങിയിട്ടുള്ളത്, ഇതുപോലെ കിടന്ന് അനുഭവിക്കുന്ന പല സ്ത്രീകൾക്കും വേണ്ടി. ഇനി അതുകൊണ്ട് തന്നെയാണോ ഇയാൾ വേറെ കല്യാണം കഴിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇപ്പം മറുനാടൻ മലയാളി ഇത് ഏറ്റെടുത്തതുകൊണ്ട് കുറേയൊക്കെ പേര് നമ്മളെ പോലെ ചെറിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻ സ്ട്രീം മീഡിയയിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എക്സ്ക്ലൂസീവ് കണ്ടന്റ് കിട്ടണം ഇവന്മാർക്ക്. ഇപ്പം ഈ സമരം ചെയ്ത് നിൽക്കുന്ന പെണ്ണൊന്ന് ആത്മഹത്യ ചെയ്തു എന്ന് വെച്ചോ, ഉടനെ മയക്കും പൊക്കിക്കൊണ്ട് വരും ഇവന്മാർ, ഉടനെ വരും. ഏതൊക്കെ മെയിൻ സ്ട്രീം ചാനലുകാരുണ്ടോ അവറ്റകളെല്ലാം അന്നേരം വരും. ഈ പെണ്ണിൻ്റെ അമ്മയും അച്ഛനും കരഞ്ഞുകൊണ്ടിരിക്കുവാന്ന് പോലും അവരുടെ ഇമോഷൻസ് പോലും നോക്കാതെ വായിക്കാത്തിട്ട് നല്ല മയക്ക് കുത്തി കയറ്റി സംസാരിപ്പിക്കാൻ നോക്കും. അങ്ങനെയൊക്കെ ഏറെ കുറേ എണ്ണങ്ങളുണ്ട്. ഇത് നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഇതിങ്ങനെ നാട്ടുകാർ എതിർത്തേ പറ്റത്തുള്ളൂ ഇവർക്കെതിരെ. അതായത് ആ ചെറുക്കനും ആ ചെറുക്കൻ്റെ വീട്ടുകാർക്കും എതിരെ നാട്ടുകാരെ എതിർത്തേ പറ്റത്തുള്ളൂ. ഒളിച്ചോടി കല്യാണം കഴിച്ചല്ല, ലവ് മാരേജ് തന്നെ. അല്ലെങ്കിൽ പിന്നെ സ്ത്രീധനമായിട്ട് ഇത്രയും കൊടുക്കത്തില്ലല്ലോ. ലവ് ആണെങ്കിൽ പോലും വീട്ടുകാരെ പരസ്പരം സംസാരിച്ച് കഴിഞ്ഞിട്ടാണല്ലോ ഈ കല്യാണം നടത്തിയത്. അല്ലാതെ ഈ 100 പവനും ഈ പറയുന്ന 15 ലക്ഷം രൂപയൊന്നും അങ്ങോട്ട് വാരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് തരാനും മറക്കരുത്. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.